ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിപി ശ്രീക്കുട്ടി ഡ്രീം വേൾഡ്. അപ്പോൾ നമ്മുടെ സ്വത്തൂട്ടൻ്റെ പിറന്നാളാണെന്ന്. ഇന്ന് അവനെ കൊണ്ട് അമ്പലത്തിലേക്ക് പോകാം കേട്ടോ. ഞാനാണ് അവനെ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ബൈക്കിലൊക്കെ പോകുന്നതുകൊണ്ട് അവന് ഭയങ്കര സന്തോഷമായി. രാവിലെ നല്ല കരച്ചിലായിരുന്നു, പനിയായതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നിരിക്കുക കേട്ടോ. ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള അമ്പലമാണിത് കേട്ടോ. എപ്പോഴും ഞാൻ വീട്ടിൽ വരുമ്പോൾ ഈ അമ്പലത്തിൽ വരാറുണ്ട്. അങ്ങനെ അവനെ വീട്ടിലേക്ക് എത്തി. ആളൊന്ന് കുറച്ചൊന്ന് ഉഷാറായി. ബലൂണൊക്കെ കണ്ടപ്പോൾ ഒന്ന് കളിയൊക്കെ തുടങ്ങി കേട്ടോ. രാവിലെ മുതൽ നല്ല കരച്ചിലായിരുന്നു, പനിയൊക്കെ ആയതുകൊണ്ട്. കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടുള്ളൂ. അങ്ങനെ കേക്കൊക്കെ വന്നു. നമ്മുടെ തട്ടുള്ള കേക്കായിരുന്നു കേട്ടോ. കേക്കൊക്കെ കൊടുന്നു. അപ്പോൾ വീട്ടിൽ ഡെക്കറേഷൻ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഡെക്കറേഷൻ വർക്കുകളൊക്കെ കഴിഞ്ഞു. പിന്നെ അവൻ്റെ വലിയച്ഛൻ വാങ്ങിച്ചെന്ന വണ്ടിയിലാട്ടോ അവനിപ്പോൾ നല്ല സവാരി നടത്തുകയാണ്. ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെയായിരുന്നു അവൻ്റെ കളി. ഒന്ന് ഉഷാറാവട്ടെ എന്ന് കരുതിയിട്ടാട്ടോ കേക്ക് മുറിക്കാൻ. അങ്ങനെ കേക്ക് മുറിക്കൽ തുടങ്ങി കേട്ടോ. കേക്ക് മുറിക്കാനുള്ളതായിട്ടോ. വിളിച്ച ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ കേക്ക് മുറിക്കാൻ തുടങ്ങി. നല്ല കേക്കായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള കേക്ക് തന്നെയായിരുന്നു. അങ്ങനെ കരച്ചിലിനിടയിൽ അവനെയും കൊണ്ട് ഞങ്ങൾ കേക്കൊക്കെ ഒന്ന് മുറിപ്പിച്ചിട്ടോ. ആളൊന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കൊന്ന് ഉഷാറായി കേട്ടോ. കേക്ക് കൊടുത്തതിന് ശേഷം ദൈവത്തിനുള്ളത് വെച്ചു കേട്ടോ. വിളക്കിൻ്റെ മുമ്പിൽ ദൈവത്തിനുള്ളത് വെച്ചു. അതിന് ശേഷം അവനുള്ളത് വിളമ്പിട്ടോ. അവൻ കഴിച്ചതിന് ശേഷമല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുമല്ലേ. പ്രിയനായതുകൊണ്ട് തന്നെ പപ്പടത്തിലേക്ക് തന്നെയായിരുന്നു അവൻ്റെ കണ്ണ്. പപ്പടം 1-2-3 തവണ വാരിക്കഴിച്ചു. പിന്നെ കുറച്ച് അവൻ്റെ പിറന്നാളല്ലേ, അവൻ കഴിക്കേണ്ടതെന്ന് വിചാരിച്ച് കുറച്ചൊന്ന് വാരിക്കൊടുത്തു കേട്ടോ. അവനെന്നാലും പപ്പടത്തിലേക്ക് തന്നെയായിരുന്നു കണ്ണുണ്ടായിരുന്നത്. തിരുവോണത്തിന് ശരിക്കൊന്ന് സദ്യ കഴിക്കാൻ പറ്റാത്ത ഒരു ഖേദം ഇതിലൂടെ തീർത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഓണമില്ലാത്തത് കൊണ്ട് സദ്യ ഈ പിറന്നാളിനാണ് ഞങ്ങൾ കഴിച്ചത്. 2 തരം പായസം കൂട്ടിയിട്ടുള്ള സദ്യ തന്നെയായിരുന്നു കേട്ടോ. എല്ലാവരുടെയും കഴിക്കൽ കഴിഞ്ഞ് അവസാനമാണ് ഞങ്ങൾ സദ്യ കഴിച്ചത്. സദ്യ ബാക്കിയുള്ളവരൊക്കെ കഴിച്ച ശേഷം അവസാന ഘട്ടത്തിൽ ഞങ്ങൾ കുറച്ച് പേര് സദ്യ കഴിക്കാനിരുന്നു കേട്ടോ. അങ്ങനെ 2 തരം പായസവും പപ്പടമൊക്കെ കൂട്ടിയിട്ട് അതിഗംഭീരമായ ഒരു സദ്യ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ സ്വത്തൂട്ടൻ്റെ 1-ാം പിറന്നാൾ ഗംഭീരമായി തന്നെ ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവരെന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ കൂടുതൽ നല്ല വീഡിയോസുകൾ വീണ്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, സീ യു.